വർഷത്തിൽ വെറും 27 ദിവസം മാത്രം ദർശനം സാധ്യമാകുന്ന കെട്ടിടങ്ങളോ ശ്രീകോവിലോ ഒന്നുമില്ലാത്ത ഒരു അപൂർവ ക്ഷേത്രം. അവിടുത്തെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. കണ്ണൂർ ജില്ലയിലെ കാനനഭംഗിക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ അമ്പലത്തെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. വടക്കേ മലബാറിലെ ഏറ്റവും നിഗൂഢവും മനോഹരവുമായ ആ പുണ്യഭൂമിയിലേക്ക് ഈ വീഡിയോയിലൂടെ നമുക്കും ഒന്ന് പോയി വരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആദ്യം തന്നെ കൊട്ടിയൂരമ്പലത്തിന്റെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. ഭാഗം 1. സതീദേവിയുടെയും ശിവന്റെയും പ്രണയം. പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ മകനായിരുന്നു ദക്ഷ പ്രജാപതി. എല്ലാ അധികാരങ്ങളും അഹങ്കാരവും തലക്കുപിടിച്ച ഒരു ഭരണാധികാരി. അദ്ദേഹത്തിന്റെ മകളായിരുന്നു സതീദേവി. ചെറുപ്പം മുതലേ സതീദേവിയുടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, കൈലാസനാഥനായ പരമശിവന്റെ പത്നിയാവുക. എന്നാൽ കാട്ടിലും ശ്മശാനത്തിലും ഭസ്മം പൂശി നടക്കുന്ന, കഴുത്തിൽ പാമ്പിനെ അണിഞ്ഞ ജടാധാരിയായ ശിവനെ ദക്ഷൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. തന്റെ രാജകീയ പ്രൗഢിക്ക് ചേർന്ന ആളല്ല ശിവൻ എന്നതായിരുന്നു ദക്ഷന്റെ ചിന്ത. സതീദേവി വളർന്നപ്പോൾ ദക്ഷൻ മകൾക്കായി ഒരു സ്വയംവരം നടത്തി. പ്രപഞ്ചത്തിലെ എല്ലാ രാജാക്കന്മാരെയും ദേവന്മാരെയും അതിലേക്ക് ക്ഷണിച്ചു. പക്ഷെ ശിവനെ മാത്രം വിളിച്ചില്ല. സ്വയംവര പന്തലിലെത്തിയ സതീദേവി കയ്യിൽ മാലയുമായി നിന്നു. താൻ ആഗ്രഹിച്ച ശിവൻ അവിടെ ഇല്ല എന്ന് കണ്ട സതീദേവി കണ്ണുകളടച്ച് മനസ്സുരുക്കി ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പൂമാല വായുവിലേക്ക് എറിഞ്ഞു. എന്താണ് സംഭവിച്ചതെന്നോ? പ്രാർത്ഥന കേട്ടുണർന്ന സാക്ഷാൽ പരമശിവൻ ആ പന്തലിൽ പ്രത്യക്ഷപ്പെടുകയും സതീദേവി എറിഞ്ഞ മാല ശിവന്റെ കഴുത്തിൽ വീഴുകയും ചെയ്തു. ദക്ഷന്റെ കടുത്ത എതിർപ്പുകളെ അവഗണിച്ച് ശിവൻ സതീദേവിയുടെ കൈപിടിച്ച് കൈലാസത്തിലേക്ക് കൊണ്ടുപോയി. തന്റെ വാക്ക് കേൾക്കാതെ അഗതിയായ ഒരുവന്റെ കൂടെ മകൾ പോയത് ദക്ഷന്റെ അഹങ്കാരത്തിനേറ്റ വലിയൊരു പ്രഹരമായിരുന്നു. അന്നുമുതൽ ശിവനോടുള്ള കടുത്ത പക ദക്ഷൻ മനസ്സിൽ കൊണ്ടു നടന്നു. ഭാഗം 2. ദക്ഷയാഗവും സതീദേവിയുടെ ആത്മാഹൂതിയും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ശിവനോടുള്ള തന്റെ പ്രതികാരം തീർക്കാൻ ദക്ഷൻ ഒരു വഴി കണ്ടെത്തി. ബൃഹസ്പതി സവനം എന്നു പേരുള്ള ഒരു മഹായാഗം നടത്തുക. പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളെയും ഋഷിമാരെയും ത്രിലോകങ്ങളിലെ ദേവീ ദേവന്മാരെയും ദക്ഷൻ യാഗത്തിലേക്ക് ക്ഷണിച്ചു. എന്നാൽ തന്റെ മകളെയും മരുമകനായ ശിവനെയും മാത്രം മനഃപൂർവ്വം ഒഴിവാക്കി. കൈലാസത്തിനു മുകളിലൂടെ ആകാശമാർഗം ആഭരണ വിഭൂഷിതരായി യാഗത്തിന് പോകുന്ന ദേവന്മാരെ സതീദേവി കണ്ടു. തന്റെ അച്ഛൻ വലിയൊരു യാഗം നടത്തുകയാണെന്ന് ദേവി അറിഞ്ഞു. സ്നേഹനിധിയായ സതീദേവി കരുതിയത് അച്ഛന് തന്നോട് പിണക്കമാണെങ്കിലും സ്വന്തം മകളല്ലേ, തന്നെ ക്ഷണിക്കാൻ മറന്നുപോയതായിരിക്കും എന്നാണ്. അച്ഛനെയും അമ്മയെയും കാണാൻ പോകാൻ സതീദേവി തിടുക്കം കൂട്ടി. എന്നാൽ ശിവഭഗവാൻ സതീദേവിയെ തടഞ്ഞു. ശിവൻ പറഞ്ഞു, ദേവി, ക്ഷണിക്കപ്പെടാത്ത ഒരിടത്തും നമ്മൾ പോകരുത്. വിശേഷിച്ച് നമ്മളെ അപമാനിക്കാൻ കാത്തിരിക്കുന്നവരുടെ മുന്നിലേക്ക് ഒട്ടും പോകരുത്. അത് മരണത്തെക്കാൾ വലിയ വേദന തരും. പക്ഷേ അച്ഛന്റെ സ്നേഹത്തിൽ വിശ്വാസമുണ്ടായിരുന്ന സതീദേവി ശിവന്റെ വാക്ക് കേൾക്കാതെ യാഗഭൂമിയായ കൊട്ടിയൂരിലേക്ക് തിരിച്ചു. എന്നാൽ യാഗശാലയിലെത്തിയ സതീദേവിയെ കാത്തിരുന്നത് ക്രൂരമായ അവഗണനയായിരുന്നു. അമ്മയും സഹോദരിമാരും ഭയന്ന് മാറി നിന്നു. അച്ഛനായ ദക്ഷനാകട്ടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സതീദേവിയെയും ഭർത്താവായ ശിവനെയും അതിക്രൂരമായി പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ഭിക്ഷക്കാരനായ ശിവന്റെ ഭാര്യ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. അപ്പോഴാണ് സതീദേവിക്ക് ഭർത്താവിന്റെ വാക്കുകളുടെ സത്യം മനസ്സിലായത്. തന്റെ അച്ഛന്റെ അഹങ്കാരത്തിന് മുന്നിൽ സ്വന്തം ഭർത്താവിന്റെ അന്തസ് തകർക്കപ്പെട്ടു എന്ന് ദേവി തിരിച്ചറിഞ്ഞു. ഈ അപമാന ഭാരത്തോടെ ഇനി കൈലാസത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ ദേവിയുടെ അഭിമാനം അനുവദിച്ചില്ല. ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ സതീദേവി ആ യാഗശാലയിലെ ഹോമകുണ്ടത്തിലെ യാഗാഗ്നിയിൽ ചാടി ആത്മാഹൂതി ചെയ്തു. ഭാഗം 3. ശിവന്റെ താണ്ഡവവും ദക്ഷവധവും. സതീദേവി മരിച്ച വാർത്ത കൈലാസത്തിൽ അറിഞ്ഞ നിമിഷം ശാന്തനായ പരമശിവൻ രുദ്രനായി മാറി. ദുഃഖവും ക്രോധവും കൊണ്ട് ശിവൻ തന്റെ ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു. അതിൽ നിന്നും പ്രപഞ്ചത്തെ വിറപ്പിക്കുന്ന ഭയങ്കര രൂപികളായ വീരഭദ്രനും ഭദ്രകാളിയും ജനിച്ചു. ശിവന്റെ കൽപ്പനയനുസരിച്ച് അവർ ഭൂതഗണങ്ങളുമായി കൊട്ടിയൂരിലെ യാഗഭൂമിയിലേക്ക് ഇരച്ചു കയറി യാഗശാല തല്ലി തകർത്തു. തടയാൻ വന്ന ദേവന്മാരെയെല്ലാം അടിച്ചോടിച്ചു. ഒടുവിൽ അഹങ്കാരിയായ ദക്ഷന്റെ തല വീരഭദ്രൻ വെട്ടിമാറ്റി യാഗകുണ്ടത്തിലേക്ക് എറിഞ്ഞു. പിന്നീട് ബ്രഹ്മാവിന്റെയും മറ്റ് ദേവന്മാരുടെയും അപേക്ഷപ്രകാരം ശിവന്റെ കോപം ശമിച്ചു. യാഗം മുടങ്ങാൻ പാടില്ലാത്തതുകൊണ്ട് ദക്ഷന് ജീവൻ നൽകാൻ ശിവൻ സമ്മതിച്ചു. എന്നാൽ തല യാഗാഗ്നിയിൽ കരിഞ്ഞു പോയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ആടിന്റെ തലവെട്ടി ദക്ഷന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചു. അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടിയ ദക്ഷൻ തന്റെ അഹങ്കാരം വെടിഞ്ഞ് ശിവന് മുന്നിൽ പ്രണമിച്ചു. ഈ ചോരയും കണ്ണീരും വീണ മണ്ണാണ് പിന്നീട് നമ്മൾ കാണുന്ന കൊട്ടിയൂരിലെ അക്കരെ കൊട്ടിയൂറായി മാറിയത്. ഇനി കൊട്ടിയൂർ ക്ഷേത്രം എങ്ങനെ ഉണ്ടായി എന്ന കഥ പറയാം. യാഗത്തിനു ശേഷം ഈ പ്രദേശം കാട് പിടിച്ചു കിടക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു കുറിച്യ വിഭാഗത്തിൽപ്പെട്ട വേട്ടക്കാരൻ കാട്ടിൽ വേട്ടയാടാൻ ഇറങ്ങി. അവൻ തന്റെ അമ്പ് മൂർച്ച കൂട്ടാനായി അവിടെ കണ്ട ഒരു കല്ലിൽ ഉരച്ചു. പെട്ടെന്ന് ആ കല്ലിൽ നിന്നും ചോര വരാൻ തുടങ്ങി. ഭയന്നുപോയ വേട്ടക്കാരൻ കൂടെയുള്ളവരെ വിവരമറിയിച്ചു. അങ്ങനെ അവിടെയുള്ള പ്രമുഖ നമ്പൂതിരി ഇല്ലങ്ങളിലെ കാരണവന്മാർ സ്ഥലത്തെത്തി
പരിശോധിച്ചപ്പോഴാണ് അത് വെറുമൊരു കല്ലല്ല, ദക്ഷയാഗം നടന്ന സ്ഥലത്തെ സ്വയംഭൂവായ ശിവലിംഗമാണെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് കൊട്ടിയൂർ വീണ്ടും ആരാധനാ കേന്ദ്രമാകുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൊട്ടിയൂരമ്പലത്തിലെ പ്രത്യേകതകളും അവിടെ നടക്കുന്ന വൈശാഖ മഹോത്സവത്തിന്റെ കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഓം നമഃ ശിവായ.